ഇന്ന് കുടുംബം പത്രക്കാരെ കാണാമെന്ന് പറഞ്ഞത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നേരത്തെയൊക്കെ ചാനലൊക്കെ വന്നെങ്കിലും ഇന്നാണ് കുടുംബത്തിന് ഇവിടുത്തെ SHO നെയ്യാറ്റിങ്കര SHO കൈമാറിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതിൽ കെട്ടുകേൾവിയില്ലാത്ത വലിയ വാർത്തകൾ കേട്ടെങ്കിലും സ്വാഭാവിക മരണമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും അടുത്ത കെമിക്കൽ പരിശോധനയിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ സാധു കുടുംബം പറഞ്ഞ കാര്യങ്ങളാണ് സത്യമെന്ന് അതിൽ വന്നിരിക്കുന്നു. രണ്ടാമത് ഓർമ്മപ്പെടുത്താനുള്ളത് ഇവരുടെ ഉപജീവന മാർഗമെന്നാണ് എല്ലാ ചാനലിലൂടെയൊക്കെ ഇപ്പൊ പറയുന്നത്. പക്ഷെ അവരുടെ ഭക്തി മാർഗത്തിന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. അവരുടെ ഉപജീവന മാർഗം ഇനി ആദ്യം അവർ 2 പശു ഉണ്ടായിരുന്നു. ഈ സാമ്പത്തിക ക്ലാശത്തിൽ അത് വിറ്റു. ഇനി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി 2 പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അവരുടെ ഉപജീവന മാർഗം. 2019 ഇതൊരു ട്രസ്റ്റായിരുന്നു. ഇത് ഗോപസ്വാമി ഉണ്ടാക്കിയ ട്രസ്റ്റാണ്. അതിൽ തന്നെ പറയുന്നുണ്ട് ഈ ട്രസ്റ്റിന്റെ വക സ്ഥലം, ആ കെട്ടിടം ഇതും കൈമാറ്റം ചെയ്യാനോ വായ്പ എടുക്കാനോ പാടില്ലെന്ന് ഗോപസ്വാമി ആ ട്രസ്റ്റിൽ 2019 തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന് മാർക്കറ്റ് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾക്ക് കുടുംബത്തിന് വേദനയുണ്ട്. ആ ഗോപസ്വാമിയുടെ ആ ട്രസ്റ്റാണിത്. അതില് വായ്പ പോലും എടുക്കരുത്, കൈമാറ്റം ചെയ്യരുത്, ഒരു വ്യത്യാസപ്പെടുത്തരുത്, ഭക്തി മാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ കുടുംബമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന അവർക്ക് ഈ സമാധിയോ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ഒരു കാശിന്റെ അവർക്ക് ആവശ്യമില്ല. അവർക്ക് പണ്ടത്തെ പോലെ ഒരു 2 പശു കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് ജീവിക്കും. ഭക്തിമാർഗത്തിലേക്ക് ഗോപസ്വാമിയുടെ സമാധി ഇതുമൊക്കെ അവർ തൊഴുകയും ഇതും ചെയ്യും. അതൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ വിളിച്ചിട്ടുള്ളത്, കുടുംബക്കാർ വിളിച്ചിട്ടുള്ളത്. ഞങ്ങളും കൂടി ഒരു സഹായി എന്നേ ഉള്ളൂ ഇതില്. ഇത് പറഞ്ഞോ, നിങ്ങൾ എന്ത് പറഞ്ഞു? ഇതാണ് ആ ട്രസ്റ്റ്. അതായത് ഞാനാണ് ഈ ക്ഷേത്രത്തിന്റെ പൂജാരിയായിട്ട് അച്ഛനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് പൂജ അറിയാമോ എന്ന് ചോദിച്ച് കളിയാക്കുന്ന കുറച്ച് പേരുണ്ട്, ഇല്ലെന്നല്ല. അങ്ങനെ കളിയാക്കുന്നവരുടെ എല്ലായിടത്തും എനിക്ക് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സംഗീതം പഠിച്ചാലും എത്ര വിദ്യകളില്ല, ഇനി എന്തൊക്കെ പൂജാതി കർമ്മങ്ങൾ പഠിച്ചിരുന്നാലും ശരി, അറിവെന്ന് പറഞ്ഞ സാഗരമാണ്. ആർക്കും അത് പഠിച്ച് പൂർത്തിയാക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. അപ്പം ഭഗവാന്റെ പൂജ എനിക്ക് അറിയാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നതും. അതുപോലെ തന്നെ സമാധി ചടങ്ങുകളെല്ലാം ഞാൻ ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ സമാധിയോടനുബന്ധിച്ച് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായെങ്കിലും ഈ സമാധിയിൽ വരുന്ന വരുമാനം ഒരിക്കലും നമ്മളെ കുടുംബത്തിന് വേണ്ടി, ഒരിക്കലും നമ്മുടെ നിത്യോപജീവന മാർഗത്തിന് ഒരിക്കലും ഉപയോഗിക്കത്തില്ല. അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട്. ഇത് വെച്ച് ഇനി ഒരുപാട് ഉപജീവന മാർഗം നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പണ്ടെങ്ങനെയാണോ ഒരു പശു വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛൻ തന്നെയാണ് അത് ഭഗവാൻ അഭിഷേകത്തിനും വേണം, നമ്മുടെ നിത്യോപജീവനമാവും. അതിനുള്ള രീതിയിൽ തന്നെയാണ് പശു വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ഒരു മാറ്റമില്ല, അധ്വാനിച്ച് തന്നെ ജീവിക്കും. ഈ ക്ഷേത്രത്തിനെ വിൽക്കുവാനോ അതുപോലെ തന്നെ ഇതിനെ ഈ ഒരു ട്രസ്റ്റിനെ ഉടമ്പടി റദ്ദാക്കാനോ എനിക്ക് പോലും അധികാരാവകാശങ്ങളില്ല. ക്ഷേത്രനെ വിൽക്കാൻ പറ്റത്തില്ല. ഭഗവാന്റെ പൂജാതി കാര്യങ്ങൾ നിത്യവും ചെയ്ത് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതങ്ങനെ തന്നെ ഭക്തിമാർഗത്തിൽ പോകാൻ തന്നെ താല്പര്യം. അല്ലാതെ ഭഗവാന്റെ പണം എടുത്തിട്ട് ഒരിക്കലും ജീവിക്കേണ്ട ഒരു കാര്യമില്ല ഈ കുടുംബത്തിന്. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പറയാനുണ്ടോ? ഭഗവാൻ തന്ന ഭാഗ്യങ്ങളെല്ലാം ഞങ്ങൾ കളഞ്ഞു കുളിച്ചിട്ടില്ല. കാരണം ഈ ക്ഷേത്ര നടയിൽ ഇവിടെ എന്തൊക്കെ ചെയ്താലും ഭഗവാൻ അറിയാതെ ഞങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റൂല. സമാധി എന്നുള്ള സ്ഥാനം മനസ്സിലാക്കി ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നെങ്കിലും എനിക്ക് എന്റെ അറിവ് വർഷങ്ങളോളം കൊണ്ട് എന്റെ ഭർത്താവായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. അപ്പൊ ഒരുപാട് സമാധി സ്ഥലത്ത് അവര് പോയിട്ടുണ്ട്, എന്നെയും കൊണ്ടുപോയിട്ടുണ്ട്. മരുത്തോമലയിൽ ഞാൻ 2 പ്രാവശ്യം അവിടുത്തെ ഗുഹയില് അവിടെ ഞാൻ അതിനകത്ത് ശിവലിംഗം ഇരിക്കുന്നിടത്ത് പോയി ധ്യാനം എന്റെ ഭർത്താവിനോടൊപ്പം ഞാൻ സകല കാര്യങ്ങൾക്കും ഉൾപ്പെട്ട് ഈ ക്ഷേത്രം വയ്ക്കുന്ന സമയത്തും ഈ ക്ഷേത്രം തുടക്കം മുതൽ ഇതുവരെയും എന്റെ ഭർത്താവായിട്ട് എന്റെ മക്കളുമായിട്ട് അങ്ങനെ സഹകരിച്ച് പോയെങ്കിലും മക്കളെ പഠിത്തത്തിലേക്ക് വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രയത്നിച്ച് അധ്വാനിച്ച് ജീവിച്ച് ഇതുവരെ ഇനിയും മേളിൽ നമ്മൾ അധ്വാനിച്ച് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ നാടും ഈ ലോകവും
ഭഗവാന്റെ മുമ്പ് ഈ ഉദിക്കുന്ന സൂര്യൻ സത്യത്തിൽ ഭഗവാന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കുമെന്നും വിശ്വാസം കൊണ്ട് ഞാൻ ഭഗവാനുമായിട്ട് ഓം നമഃശിവായ. മതി. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കഴിഞ്ഞു. ഇതിപ്പോഴേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പൂർണ്ണാർത്ഥത്തിൽ അത് നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്നില്ല. ഫോറൻസിക് റിപ്പോർട്ട് വരണം എന്നാണ് അവർ പറയുന്നത്. പോലീസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പം അല്ല, അതെ, പോലീസിന്റെ കൂടെയും ഡോക്ടറൊക്കെ നമ്മൾ സമീപിച്ചപ്പോഴും മറിച്ചൊരു തീരുമാനം വന്ന കേസുകൾ എണ്ണി പറയാൻ പോലും ഉള്ളതില്ല. പോലീസ് ഓഫീസർമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അനുഭവമുള്ളവരെല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ തിരിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇതിലെ അവരുടെ സത്യസന്ധത കൂടി നമ്മൾ മാനിച്ചാണ് പറയുന്നത്. എന്നാലും ആ റിപ്പോർട്ട് വരട്ട് അന്ന് ഇതുപോലെ വിളിച്ച് എല്ലാവർക്കും അത് എത്തിക്കും. ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ 4ാമത്തെ പാരഗ്രാഫ് ഇപ്പോൾ നമ്മൾ കുടുംബം മുഴുവൻ ആദ്യം ഈ വിവാദം വന്ന ആ ദിവസം തൊട്ട് കുടുംബം പറയുന്ന ഒരു കാര്യമുണ്ട്, സമാധിയായിരുന്നു എന്നുള്ളത്. അപ്പൊ അതിലായിരുന്നു തർക്കമായിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് പറയുന്നത്, ഓൺ റിമൂവിംഗ് ദ ടോപ്പ് കോൺക്രീറ്റ് സ്ലാബ് ഓഫ് ദ ടോം ദ പോർഷൻ ഓഫ് ദ ബോഡി comprising of head, neck, chest, upper part of the abdomen, both arms up to elbow, in and up to right posture, was seen above a dune of greenish powdery particles, phosphum, and white crystalline particles having camber-like smell. Greenish powdery material was seen firmly adherent on the exposed part of head, including face and neck. On clearing the surroundings, the body appeared to be in a cross-legged sitting position, restrained with saffron-colored soiled cloth. അപ്പോൾ സമാധിയായിട്ട് തന്നെയാണ് അദ്ദേഹം ഇരുന്നത്. അതിൽ യാതൊരു വിധമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഒന്നും തന്നെ അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് 4ാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ 4ാമത്തെ പാരഗ്രാഫ്. അതായിരുന്നു അവര് എല്ലാ തവണയും എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത് സമാധിയായിരുന്നു എന്നുള്ളത്. അവരെടുത്തോട്ട് വേണമെങ്കിൽ കൊടുത്തു നമുക്ക് ഇത് തരാം, വേണമെങ്കിൽ എന്റെ ഇത് തരാം. 4ാമത്തെ പാരഗ്രാഫിൽ സമാധിയായിരുന്നു, എങ്ങനെ യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ സമാധിയായിരുന്നു എന്ന് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ 4ാമത്തെ പാരഗ്രാഫിൽ. പക്ഷേ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവസാനമായി തന്നെ പറയുന്നുണ്ട് മരണകാരണം എന്താണ് എന്നുള്ളത് ഫോറൻസിക് പരിശോധനയുടെ റിപ്പോർട്ട് വന്നാലേ വ്യക്തമാകൂ എന്നുള്ള കാര്യം. അപ്പൊ അതെങ്ങനെയാണത്? അല്ല, പ്രാഥമികമായിട്ട് 80% റിപ്പോർട്ട് ഡോക്ടറും പോലീസും ഒക്കെ അംഗീകരിച്ചാണ്. അതിന് മറുത്തൊരു റിപ്പോർട്ട് വന്നതായിട്ടുള്ള ചരിത്രം കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾ നേരത്തെ വിശ്വസിച്ച പോലെ തന്നെ ഈ കുടുംബം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കുന്നു. വേറെ റിപ്പോർട്ട് വരുമെങ്കിൽ അതിന്റേതായ റിപ്പോർട്ടുകളുടെ ചലനം ഇതിലുണ്ടാവുമായിരുന്നു എന്നാണ്. ഈ പോസ്റ്റ്മോർട്ടം നിരവധി ചെയ്ത ആളുകൾ ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ പ്രാഥമിക റിപ്പോർട്ടിൽ ഇപ്പൊ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് അവർക്ക് ഇതിൽ നോട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇപ്പൊ അയച്ചിരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള കെമിക്കൽ അനാലിസിസിനുള്ള കാര്യങ്ങൾ ഈ ശരീരത്തിൽ കാണുമായിരുന്നു. പക്ഷെ അതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് ഇത് ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ കാര്യം. ഏറ്റവും അവസാനത്തിന് മുമ്പത്തെ പാരഗ്രാഫിലെ ഒരു റണ്ണിംഗ് ലെറ്റർ ആയിട്ടുള്ള ഒരു 18ാമത്തെ ലൈൻ, സ്റ്റൊമക്ക് കണ്ടെയ്ൻഡ് എ ഫ്യൂ ബ്ലാക്ക് ഗ്രാനുലർ പാർട്ടിക്കിൾസ് മിക്സ്ഡ് വിത്ത് സോഫ്റ്റ് അൺഐഡന്റിഫൈഡ് മെറ്റീരിയൽസ് ഹാവിംഗ് നോ അൺയൂഷ്വൽ സ്മെൽ. മുകളിൽ കൺഫ്യൂഷനൊക്കെ പറയുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള സമാധി സമയത്തുള്ള കാര്യങ്ങളാണ്. അതൊന്നും മരണകാരണമല്ല. പിന്നെ അടുത്തൊരു മരണകാരണമായിട്ട് നമുക്ക് ചിലപ്പോൾ അനുമാനിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും അകത്തൊരു എന്തെങ്കിലും പാർട്ടിക്കിൾസ് പോയിട്ടുണ്ടോ എന്നുള്ളത്. അതാണ് സ്റ്റൊമക്ക് കണ്ടെയ്ൻഡ് എ ഫ്യൂ ബ്ലാക്ക് ഗ്രാനുവൽസ് മിക്സ്ഡ് വിത്ത് സോഫ്റ്റ് അൺഐഡന്റിഫൈഡ് മെറ്റീരിയൽസ് ഹാവിംഗ് നോ അൺയൂഷ്വൽ സ്മെൽ. മെഡിക്കൽ എത്തിക്സ് പ്രകാരം അതിൽ സമാധി എന്നൊന്നല്ലോ, അതിന് മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്നുള്ളതല്ലേ? അല്ല, സമാധി ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. സമാധി ആയിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞത്. ആ സമാധി ഈ പോസ്റ്ററിൽ തന്നെയാണ്. അതിൽ യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ, അതായത് പുറമേ നിന്നൊരു ഫോഴ്സൊന്നും ഇല്ലാതെ സമാധി ആയിരുന്ന തന്നെയാണ് അദ്ദേഹത്തിന്റെ സമാധിയായിട്ടുള്ള മൃതദേഹം തിരികെ എടുത്തത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 4ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്. ആ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അല്ല, അതാണ് പറഞ്ഞത്. ഓൺ റിമൂവ് അവരിവിടെ ഒന്ന് ഇൻസ്പെക്ഷൻ നടത്തിയപ്പോ എങ്ങനെയാണോ ആ ബോഡി ഇരുന്നത് അത് കണ്ടു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. തീർച്ചയായിട്ടും എങ്ങനെയാണോ ബോഡി ഇരുന്നത്. ഒരിക്കലും മെഡിക്കൽ റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം എന്നല്ല, മെഡിക്കൽ എത്തിക്സ് പ്രകാരം അതിൽ സമാധി എന്നൊന്നില്ലല്ലോ. ഇല്ല. അതാണ് നമ്മൾ പറയുന്നത്. അതിനെ വേറെ ഏതെങ്കിലും കമ്പോ മറ്റ് കാര്യങ്ങളോ ഒന്നും വെച്ച് കെട്ടിവെക്കുകയോ അതൊന്നുമില്ല. കുടുംബം എന്താണോ സമാധി എന്ന് പറഞ്ഞത് അത് തന്നെയാണ്. അല്ല, അദ്ദേഹം സമാധിയായിരുന്നു. നടന്നു വരുന്നത് എല്ലാ ദിവസവും നടന്ന് ഈ കോവിൽ വരുമായിരുന്നല്ലോ. എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന്
വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുവാൻ വടിയൊന്നുമില്ല. നിത്യപൂജകൾക്കായിട്ട് അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത്. ആരോഗ്യത്തിന് ഒരു കുറവില്ല. കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം കറക്റ്റാ. ആരോഗ്യം നല്ല കിടരോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ല. എന്ന് വെച്ചാൽ അവർക്ക് അതിന്റേതായ പ്രായം അനുസരിച്ചുള്ള കാഴ്ചക്കുറവ്, പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല. അത്ര വ്യത്യാസമുള്ള, അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആയ ആഹാരം തന്നെ അവർ കഴിച്ചത്. നന്നായിട്ട് തന്നെ ഇരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് മരണകാരണം അതല്ല എങ്കിൽ പോലും ചെറിയ മുറിവുകളുടെ കാര്യം കൂടി പറയുന്നുണ്ട്. ചെവിയുടെ ബാക്കിലും തലയുടെ ബാക്കിലും. അപ്പോൾ അതൊന്നും ഇതിന് ശിവന് കൈലാസോടാ ഈ സത്യസന്ധത മുറിവുണ്ടായിരുന്നു. മാത്രം ആദ്യം ബാക്കില് ബാക്ക് സൈഡിലും റൈറ്റ് ഇയറിലും ഒരിക്കലുമില്ല, ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ്. ദിവസം കുളിക്കുന്ന ആളാണ്, ദിവസം കുളിക്കുന്ന ആളാണ്. ഒരു മുറിവുണ്ട്, മൂക്കിനൊരു മുറിവുണ്ട്. അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. അത് എന്തോ ഈ ഒരിക്കലുമില്ല. ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയിര് തരുന്ന ഭഗവാനാണ്. ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭഗവാൻ ഇതിനു മുമ്പ് ഞങ്ങളെ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം സത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഈശ്വരന്റെ മുമ്പ് ഒരിക്കലും ആ ഇഞ്ചുറീസിന്റെ തൊട്ട് താഴെ there was no injury to deeper structures including skeleton. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതാണ്. ഈ ചതവുകൾ എങ്ങനെയാണ് സംഭവിച്ചത്? ഇത് മരണകാരണമല്ലായിരിക്കാം, പക്ഷെ ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതാണ്. അല്ല, അത് ഇവിടെ തന്നെ പറയുന്നു അങ്ങനെയൊന്നുമില്ല, ഒരു കുറവില്ലായിരുന്നു, സുഖമായി നടക്കുമായിരുന്നു. പക്ഷെ ഈ ചതവുകൾ എങ്ങനെയാണ് മരണത്തിന് മുന്നേ സംഭവിച്ചത്? അല്ല, there was no injury to deeper structures including skeleton. ആഴത്തിന്റെതല്ല, മുറിവുകളുണ്ടായിരുന്നു, ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. അത് എവിടെയൊക്കെയാണെന്നുള്ളതും അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എല്ലാവരും ചോദിക്കണേ. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ചതവുകളുണ്ട്. പക്ഷെ അത് മരണ കാരണമല്ല. പക്ഷെ ചതവുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ചതവുകൾ എന്നാണ് ചെവിട്ട് തൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരാണ്, ഒരു കൂലിപ്പണി വിറവ് ചെയ്യുന്നവർക്ക് മുറിക്കുന്ന ആളാണ്, വിറവ് ഈ തോളിലെടുക്കുന്ന ആളാണ്. ഈ തോളില് തടിയെടുത്ത് ചുമന്ന് പുളിയും പറമ്പ് ഉൾപ്പെടെ ആ ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം നിലനിർത്തി തോളില് നിങ്ങൾ കൂലിപ്പണി ചെയ്യുന്ന ആളാണ്. എന്തുമാത്രം കഷ്ടപ്പെട്ട് യാതനകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചെന്നറിയാം. ചവിട്ടി വിറവ് കീറി ഓരോ ഹോട്ടലിൽ കൊണ്ടു കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ച് ആണ്. ഇതിലിപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പോലീസ് തന്നെ കിട്ടും. അല്ല, അതല്ല, നേരത്തെ ഈ ചതവും മുറിവൊക്കെ ഉണ്ടായിരുന്നു ശരീരത്തിൽ. പിന്നെ മരം വെട്ടാറിന് പിന്നെ എന്തിനും വരില്ല. അങ്ങനെയല്ല ഈ അങ്ങനെയൊന്നും സംഭവമൊന്നുമില്ല. ഒന്ന് മോളെ, സത്യം ശിവന്റെ നടയില് നിങ്ങൾ അവസാനമായിട്ട് കാണുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ പ്രകടമായ മുറിവ് ഇഷ്ടം കൈലാസം. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതിലിപ്പോ എല്ലാവരും ചോദിക്കുന്നുണ്ട്, സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തി മാർഗത്തിലുള്ളതാണ് സമാധി. എത്ര വർഷം കൊണ്ട് അച്ഛൻ ഈ സന്യാസ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് മാത്രമേ ഈ സമാധി എന്ന് പറഞ്ഞത് ആകാൻ സാധ്യതയുള്ളൂ. പക്ഷെ അത് എല്ലാവരും കൊണ്ടും സമാധി ആകാനായിട്ട് സാധിക്കുകയില്ല. അത് ധ്യാനത്തിൽ അതൊക്കെ ഓക്കെ. ഈ പുള്ളി ഇവിടെ കിടക്കുന്ന സമയത്തും പുള്ളി ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒക്കെ ഈ പറയുന്ന ചതവുകളും മുറിവുകളും ഒക്കെ അങ്ങനെയൊന്നും ഇല്ലാത്ത എന്തിനാണ് പറയണത്? ഞങ്ങളല്ല പറഞ്ഞത്, പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞേക്കാം. അത് കുഴപ്പമില്ല. അല്ല, ഇനി പോലീസ് അന്വേഷണത്തിൽ ഓക്കെയാണോ? നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ? നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന നമുക്ക് ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. കൈലാസം അത് എല്ലാത്തിനും ഞങ്ങളെ സത്യത്തിന് കൂടെ ഉണ്ടായിരുന്നു. അത്ര ഇനിയുള്ള അന്വേഷണത്തിനും അവര് സഹകരിക്കും. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും പുറത്തു വരട്ടെ. പിന്നെ സന്തോഷം. ഇല്ലാത്ത വാർത്ത പറഞ്ഞ് ഭഗവാന്റെ മുമ്പ് വിജയിക്കാൻ ആർക്കും അങ്ങനെയൊന്നുമില്ല. അവര് ചോദിക്കുന്നത് ഇതിലുള്ള സത്യമാണ്. ഇവിടെ വേറൊന്നുമില്ല. ശരിയപ്പോ കൊണ്ടങ്ങ അമ്മയകത്ത് ഇനിയൊന്നും പറയണ്ട. പോണം. ഈ പ്രമാണം നടക്കുന്ന കാലത്ത്